ഗുഡ് ഈവനിംഗ്. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കള്ളക്കേസിൽ കുരുക്കി 24 അതിരപ്പള്ളി റിപ്പോർട്ടർക്ക് മർദ്ദനം. അതിരപ്പള്ളി റിപ്പോർട്ടർ റുബിൻ ലാലിനെ ജൂൺ 7 വരെ റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് നടപടി. വാർത്താദൃശ്യങ്ങൾ പകർത്തിയതുമായി ബന്ധപ്പെട്ട് പാതിരാത്രി കസ്റ്റഡിയിലെടുത്ത റുബിൻ ലാലിനെ പോലീസ് ലോക്കപ്പിൽ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. 8 മണിക്കൂർ ലോക്കപ്പിൽ വിവസ്ത്രനാക്കി. സിഐ ആൻഡ്രിക് ഗ്രോമിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. സി ഐ ആണ് കൊല്ലുന്ന് പറഞ്ഞേ. സി ഐ എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞേ. സിഐയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പരാതി നൽകി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഇന്ന് മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കൃഷ്ണ, നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് ഈ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിൽ വിശദമായൊരു മൊഴി നൽകാൻ റൂബിന് അവസരം നൽകിയിരുന്നു. കോടതിയിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ റൂബിൻ വിശദമായി പറയുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റോഡരികിൽ വാഹനം ഇടിച്ചു കിടന്നിരുന്ന ഒരു പന്നി, ആ പന്നി അതിൻ്റെ വാർത്ത ശേഖരിക്കാൻ വേണ്ടിയാണ് റൂബിൻ ഈ പ്രദേശത്തേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അത് തടയുകയാണ്. ദൃശ്യങ്ങളെടുക്കാൻ സാധിക്കില്ല, അത് വനമേഖലയാണ്, വനഭൂമി എന്ന് പറഞ്ഞ് ദൃശ്യങ്ങളെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് റൂബിനെ അസഭ്യം പറയുന്നു. അത് ചോദ്യം ചെയ്തതോടെയാണ് മർദ്ദനത്തിലേക്ക് എത്തുന്നത്. പെരിയാരം റേഞ്ച് ഓഫീസിലെ കൊന്നക്കുഴി ബീറ്റ് ഓഫീസറായ ജാക്സന്റെ നേതൃത്വത്തിലാണ് റൂബിനെ അന്ന് മർദ്ദിക്കുന്നത്. പിന്നാലെ സംഭവത്തിൽ വനം മന്ത്രി റിപ്പോർട്ട് തേടുകയും അന്വേഷണത്തിന് CCFനെ നിയോഗിക്കുകയും ചെയ്തു. ആ അന്വേഷണ പ്രഖ്യാപനത്തിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസിൽ, അതിരപ്പള്ളി പോലീസിൽ ഇങ്ങനെ ഒരു പരാതി, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നടക്കമുള്ള പരാതി നൽകുന്നത്, വ്യാജ പരാതി നൽകുന്നത്. അങ്ങനെ റൂബിനെ കുടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം അതിന് കൂട്ടുനിന്ന പോലീസിന്റെയും ലക്ഷ്യം. എന്തായാലും അതിനുശേഷം പിന്നീട് നടന്നതെല്ലാം ക്രൂരമായ കാര്യങ്ങളാണ്. വീട്ടിൽ നിന്നും കൊടും കുറ്റവാളിയെ പോലെ രാത്രി എത്തി പിടിച്ചുകൊണ്ടുപോകുന്നു, പോകുന്ന വഴിയെല്ലാം മർദ്ദിക്കുന്നു. ഈ തെളിവുകളടങ്ങിയ, ഈ ബീറ്റ് ഓഫീസർ മർദ്ദിക്കുന്ന തെളിവുകളടങ്ങിയ, ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ CI ആൻഡ്രൂ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ അത് എറിഞ്ഞുടയ്ക്കുകയും പിന്നീട് തോട്ടിലെറിയുകയും ചെയ്യുന്നു. അങ്ങനെ തെളിവ് നശിപ്പിക്കാൻ കൃത്യമായ ഗൂഢാലോചന അടക്കം ഈ സംഭവത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്തായാലും ഇതിൽ കൃത്യമായ ഗൂഢാലോചന വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും അതിരപ്പള്ളി CI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 7-ാം തീയതി വരെ റൂബിൻ റിമാൻഡിലാണ്. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുമുണ്ട്. നിലവിൽ കോടതിക്ക് ബോധ്യമായ കാര്യങ്ങളൊപ്പം നാളെ പോലീസ് നൽകേണ്ട ചോദ്യങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഉത്തരങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാകും ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാവുക. ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കുന്നത്. അശ്വിനെ, ഇതിലെ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ, അതായത് പ്രധാന തെളിവുകളാകാമായിരുന്ന ആ ഫോണിലെ ദൃശ്യങ്ങൾ, അതടങ്ങിയ ഫോൺ വാങ്ങിച്ച് പിടിച്ചു വലിച്ചെറിയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി തെളിവ് ഹാജരാക്കൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് കൂടി തടയിടുകയല്ലേ ഇവർ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഗൂഢാലോചന എന്നുള്ള ഒരു കാര്യം വളരെ വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നത്. കാരണം ഈ സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് പരാതി നൽകിയതെന്ന് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത്. അതിനുശേഷം പോലീസിന്റെ നടപടികൾ അതിവേഗത്തിലായിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രി തന്നെ ഒരു കൊടും കുറ്റവാളിയെ പോലെ അതിരപ്പള്ളിയിലെ റൂബിന്റെ വീട് വളഞ്ഞുകൊണ്ട് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ, ചെരുപ്പ് പോലും ഇടാൻ അനുവദിക്കാതെ അവിടെ നിന്ന് വലിച്ചിഴച്ചുകൊണ്ട് പോവുകയായിരുന്നു. മാതാവിന്റെ കൺമുന്നിൽ നിന്നാണ് ഇങ്ങനെ രാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി മർദ്ദനം ഉണ്ടാകുന്നു. അവിടെ വെച്ച് ഈ ഫോൺ പിടിച്ചു വാങ്ങി പോലീസ് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് അവിടെ നിന്ന് പോകും വഴി, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും വഴി വാഹനം നിർത്തി അത് റോഡിൽ എറിഞ്ഞ് തല്ലിപ്പൊട്ടിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല, ഈ ആ ഫോൺ വലിച്ചെറിയുകയും ചെയ്തു, തോട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. റൂബിനാണ് ഇന്നീ കാര്യം നമ്മളോട് വ്യക്തമാക്കിയത്. ആ ഫോണിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ളിൽ കഴിഞ്ഞ കുറേ നാളുകളായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന രീതിയിൽ ചെയ്യുന്ന നടപടികളുടെ വാർത്തകളുടെ വിവരങ്ങളുണ്ട്, ദൃശ്യങ്ങളുണ്ട്.
ഒപ്പം കഴിഞ്ഞ ദിവസം റൂബിനെ അവിടെ വെച്ച് മർദ്ദിച്ചുവെന്ന് അസഭ്യം പറഞ്ഞുവെന്നും പറയുന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ നിർണായക തെളിവുകളടങ്ങിയ ആ മൊബൈൽ ഫോണാണ് അതിരപ്പള്ളി CI തല്ലിപ്പൊട്ടിച്ച് തോട്ടിലെറിഞ്ഞു കളഞ്ഞത് എന്നുള്ളതാണ് കോടതിക്ക് മുന്നിൽ നിർണായക തെളിവാകേണ്ട ഒരു സാമഗ്രിയായിരുന്നു ആ മൊബൈൽ ഫോൺ. അതിലെ ദൃശ്യങ്ങൾ പുറത്തുണ്ട്, നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ പ്രധാനപ്പെട്ട തെളിവാണ്. ആ മൊബൈൽ ഫോണാണ് തകർത്തെറിഞ്ഞത്. അതിലൂടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകൂടി ഈ അതിരപ്പള്ളി CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒരുക്കിക്കൊടുത്തു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. മന്ത്രിയുടെ ഉത്തരവിന് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോയതും പിന്നീട് പോലീസിന്റെ ഭാഗത്തു നിന്ന് വഴിവിട്ട സഹായം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും കോടതിക്ക് മുന്നിൽ ഇതൊക്കെ നിലനിൽക്കുമോ? എന്തിനാണ് രാത്രി ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ എന്തിന് അറസ്റ്റ് ചെയ്തു? നടപടിക്രമങ്ങൾ പാലിക്കാതെ എന്തിന് പോലീസ് പിടിച്ചുകൊണ്ടുപോയി നടക്കുമുള്ള കാര്യങ്ങളിൽ അതിരപ്പള്ളി CI മറുപടി നൽകേണ്ടി വരും. അത് എങ്ങനെ മറുപടി നൽകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നാളെ എന്തായാലും കോടതി മുറിക്കുള്ളിൽ CI വിയർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്രിസ്റ്റീന, അശ്വിനി, ഈ കേസ് ഒരു മാധ്യമപ്രവർത്തകനെതിരായ അതിക്രമം അല്ലെങ്കിൽ 24ന്റെ പ്രതിനിധിക്ക് നേരായ അതിക്രമം എന്നതിലുപരിയായി ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന ഒരു അനീതിക്കെതിരായ രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും 24ന്റെ ചീഫ് എഡിറ്റർ ഒരു പരാതി നൽകിയിട്ടുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ വ്യാപക പ്രതിഷേധമാണ് വനം വകുപ്പിന്റെ നടപടിക്കെതിരെയും ഒപ്പം അതിരപ്പള്ളി CIയുടെ ഈ ക്രൂര മർദ്ദനങ്ങൾക്കെതിരെയും അസഭ്യവശത്തിനെതിരെയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം തന്നെ ഈ വിഷയത്തിൽ എതിർപ്പറിയിച്ചിട്ടുണ്ട്. സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ പോലീസ് വകുപ്പിന്റെ നടപടിക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം എന്തുകൊണ്ടാണ് റൂബിനോട് വനം വകുപ്പിന് ഇത്ര വൈരാഗ്യമുള്ള എന്നുള്ള ഒരു ചോദ്യം പ്രധാനമാണ്. അതിന് കൃത്യമായ ഉത്തരങ്ങളുമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി വനമേഖലയ്ക്കുള്ളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ നിരവധിയായ പ്രശ്നങ്ങളാണ് റൂബിൻ 24ലൂടെ വാർത്തയായി പുറത്തു കൊണ്ടുപോകുന്നത്. ആ വാർത്തകളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് വനം വകുപ്പിന്റെ നിസ്സംഗതയ്ക്കെതിരെയാണ്. അവരുടെ കൃത്യമായ ഇടപെടലുകൾ നടക്കാത്തതിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഈ മലക്കപ്പാറ മേഖലകളിലൊക്കെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്ന അടക്കമുള്ള വാർത്തകൾ, അതിൽ വനം വകുപ്പ് ഇടപെടാതിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട വൈരാഗ്യം റൂബിനോടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഒപ്പം ഈ പല മേഖലകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഗുണ്ടയുടെ വിരുന്നിൽ അതിഥിയായി ഡിവൈഎസ്പി, സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവും സംഘവുമാണ് വിരുന്നിൽ പങ്കെടുത്തത്. തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവാണ് അങ്കമാലിയിലെ വീട്ടിൽ പോലീസുകാരെ സൽക്കരിച്ചത്. അങ്കമാലി SI റെയ്ഡിനെത്തിയപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. 3 പോലീസുകാർ വിരുന്നിൽ പങ്കെടുത്തെന്ന് റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഏകദേശം 6 മണിക്ക് നമ്മുടെ ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായിട്ട് ഒരു ആൻറ്റി-സോഷ്യൽ ഒരു റൗഡി ഹിസ്റ്ററി ഷീറ്ററിൻ്റെ വീട് അങ്കമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് ഈ RHSലെ കൂടെ ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സാർക്ക് അയച്ചിട്ടുണ്ട്. അത് പേര് പറയാൻ പറ്റിയിട്ടില്ല, കാരണം അത് ഒരു ഒഫീഷ്യലി നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. സോ 3 കോൺസ്റ്റബിളാണ്, പിന്നെ ഒരു DYSP ലെവൽ ഓഫീസറാണ്. സംഭവത്തിൽ 2 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു. ഡിവൈഎസ്പി സാബു നേരത്തെ വകുപ്പുതല നടപടി നേരിട്ട ആളാണ്. വിരമിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഡിവൈഎസ്പി ഗുണ്ടാസൽക്കാരത്തിന് പോയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത VG ആണ് ചേരുന്നത്. വിനീത, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ റൂറൽ SP വിവേക് സക്സേന അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് ഈ ഗുണ്ടാ വിരുന്ന് നടക്കുന്നത്. തമ്മനം ഫൈസലിന്റെ വീട്ടിൽ, അങ്കമാലി പുളിയനത്തെ വീട്ടിൽ വെച്ചാണ് ഈ വിരുന്ന് നടക്കുന്നത്. ഒപ്പം തന്നെ ഈ വിരുന്നിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് DYSP മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരും ആ വീട്ടിലേക്ക് എത്തിയിരുന്നത്. ഇതിനെ തുടർന്ന് ഈ ഗുണ്ടാ സംഘങ്ങളെയൊക്കെ പിടികൂടുന്നതിന്റെ മറ്റും ഭാഗമായി നേരത്തെ തന്നെ പല ആളുകളും പോലീസിന്റെ നിരീക്ഷണത്തിലും മറ്റുമായിരുന്നു. ഇവിടെ ഇവരുടെ വീട്ടിൽ, ഈ ഫൈസലിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വിരുന്ന് നടക്കുന്നുവെന്നറിഞ്ഞ ഈ അങ്കമാലി SIയും സംഘവും ആ വീട്ടിലേക്ക് എത്തി. അതിൽ നിന്ന് 5 പേർ ആ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ റൂറൽ SP പറഞ്ഞിരിക്കുന്നത്. അതിൽ 2 പേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബാക്കിയുള്ളവർ പോലീസുകാരാണെന്ന് മനസ്സിലായി. അവരെ നേരിട്ട് ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരിൽ നിന്നുള്ള വിശദമായിട്ടുള്ള മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയിലാണ് DYSPയും ഈ വിരുന്നിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള വിശദാംശം പോലീസിന്
ലഭ്യമാവുന്നത്. ഒപ്പം തന്നെ SIയെ കണ്ടതിനെ തുടർന്ന് ഈ DYSP ആ വീട്ടിലെ ശുചിമുറിയിലേക്ക് ഒളിക്കുകയായിരുന്നു. അവിടെ വെച്ച് SIയും DYSPയും തമ്മിൽ ചില വാക്പോരുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനൊടുവിലാണ് പിന്നീട് ഈ പോലീസ് ഈ രണ്ടുപേരെ ഇന്നലെ ഈ സ്റ്റേഷനിലേക്ക് വരണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടിയൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ റൂറൽ SP റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ആഘ എന്ന് പറയുന്ന പദ്ധതി, അതായത് ഈ കൊച്ചിയിൽ ഉൾപ്പെടെ ഗുണ്ടാവിളയാട്ടം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്നതിനും അത്തരം സംഭവങ്ങൾ അത് തടയുന്നതിനും മറ്റുമായി ഒപ്പം ക്രമസമാധാനം പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പോലീസ് അങ്ങനെ ആ നടപടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ, അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഗുണ്ടാ തലവന്റെ വീട്ടിൽ നിന്ന്, അതായത് തമ്മനം ഫൈസൽ ഇതിനോടകം തന്നെ നിരവധി കേസുകളിലെ അടക്കം പ്രതിയാണ്, ഇങ്ങനെയുള്ള ഒരു ആളുടെ വീട്ടിൽ നിന്ന് ഒരു DYSPയും ഒപ്പം തന്നെ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരും ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ പോകുന്നു. അവിടെ നിന്ന് അവർ ആ വിരുന്ന് പങ്കെടുക്കുന്നു. പിന്നീട് ഈ ഗുണ്ടകളെ പിടികൂടുന്നതിനുള്ള ഓപ്പറേഷൻ ആഘയുടെ ഭാഗമായിട്ടുള്ള ആ പദ്ധതിയിൽ തന്നെ ഇവർ പിടിയിലാവുകയും ചെയ്തൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും DYSPക്കും ഉൾപ്പെടെ ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വിനീത വിജിയാണ്. തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ KSU പഠന ക്യാമ്പിൽ 70% പേരും മദ്യപിച്ചിട്ടാണ് എത്തിയതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ. തിരുവനന്തപുരം ജില്ലയിലെ പ്രശ്നങ്ങളാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ആർക്കും വാർത്ത ചോർത്തി നൽകിയിട്ടില്ല. KSU ക്യാമ്പിൽ മദ്യമെത്തിയ വഴി എല്ലാവർക്കും അറിയാമല്ലോ എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു. സസ്പെൻഡ് ചെയ്തു. ഒരു മാധ്യമ സ്ഥാപനങ്ങളിൽ ചേട്ടാ വാർത്ത കൊടുത്തിട്ടില്ല. ഞാൻ KPCC പ്രസിഡന്റിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു KSU പ്രവർത്തകനാണ്. സംസ്ഥാന പ്രസിഡന്റ് ഗ്രൂപ്പ് വൈരാഗ്യമാണ്. പ്രസിഡന്റ് വിഭാഗത്തിനോടുള്ള വൈരാഗ്യം മൂലമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ തർക്കം അല്ലെങ്കിൽ അടിക്കുന്ന ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് കമ്മിറ്റി ആ ക്യാമ്പിൽ ഇരുന്നിട്ടുള്ളത്. ക്യാമ്പിൽ ഇരുന്ന് 70% ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. സ്വാഭാവികമായി എത്തിച്ചു കൊടുത്തിട്ടുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാലോ. പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ അനന്തകൃഷ്ണൻ ഉൾപ്പെടെ 4 പേരെ NSU നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചെയ്യുന്നത്. ശ്രീജിത്ത്, ഈ കോൺഗ്രസിലെ മുതിർന്ന തലമുറയിൽ മാത്രമല്ല യൂത്ത് കോൺഗ്രസിലും KSUവിലും ഒക്കെ ഈ ഗ്രൂപ്പ് നിലനിൽക്കുന്നു എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു വാർത്തയാണല്ലോ. ഇപ്പോൾ ഈ അനന്തകൃഷ്ണന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് അലോഷ്യസ് സേവ്യറിലേക്ക് തന്നെയല്ലേ? തീർച്ചയായും KSU ഒരിക്കലും ഒരു ഗ്രൂപ്പിന് അതീതമായി നിൽക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയൊന്നുമല്ല. കോൺഗ്രസിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടന തന്നെയാണ്. പക്ഷേ പ്രധാനമായും ഗ്രൂപ്പിന്റെ ഭാഗമായി ഉള്ള വിഷയമല്ല നടന്നതെന്ന് ഒരു സൂചനയാണ് ഈ അനന്തകൃഷ്ണന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഈ മർദ്ദിച്ച ആളുകൾ പൂർണ്ണമായും മദ്യപിച്ചെത്തിയവരാണ്. അതുകൂടാതെ രൂക്ഷമായ വിമർശനം, പ്രധാനപ്പെട്ട വിമർശനമായി അല്ലെങ്കിൽ ആരോപണമായി ഉന്നയിക്കുന്നത് KSU തെക്കൻ മേഖല പഠന ക്യാമ്പിന് നെയ്യാറിലെ ക്യാമ്പ് ഹൗസിലെത്തിയ ഏതാണ്ട് 70% ആളുകളും അന്ന് മദ്യപിച്ചിരുന്നു എന്ന് KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെ മദ്യപിച്ച ആളുകളാണ് പ്രശ്നമുണ്ടാക്കിയത്. അവരാണ് അടിച്ചത്. അടി കൊണ്ട ആളുകൾക്കെതിരായാണ് നടപടിയെടുത്തിരിക്കുന്നത്. തങ്ങൾ ആർക്കും വാർത്ത ചോർത്തി നൽകിയിട്ടില്ല. ഇതിനെല്ലാം പിന്നിൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ്. നിരവധി പരാതികൾ NSU ദേശീയ നേതൃത്വത്തിന് ഇയാൾക്കെതിരെ അയച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. KPC പ്രസിഡന്റിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചൊരു പ്രമേയം പാസ്സാക്കാനുള്ള ഒരു നീക്കം കഴിഞ്ഞ ക്യാമ്പുകളിലൊക്കെ നടന്നു. ഇത് തങ്ങൾ ഉൾപ്പെട്ട ആളുകൾ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യമാണ്, തിരുവനന്തപുരം ജില്ലയിലേതടക്കമുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ തങ്ങളെ മർദ്ദിക്കാൻ കാരണമെന്ന് പറയുന്നു. ഈ മർദ്ദനമേറ്റ ആളുകൾക്കെതിരായിട്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും നീതീകരിക്കാൻ കഴിയില്ല എന്നും അനന്തകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഇതുകൂടാതെ KPC പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അനന്തകൃഷ്ണനും ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ബാക്കി 3 പേരും. എന്തായാലും ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട 4 പേർക്കെതിരെ നടപടി എടുത്ത സാഹചര്യത്തിൽ അലോഷ്യസ് സേവ്യറിന്റെ ഒരു പ്രതികാര നടപടി എന്നൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇത് കൂടാതെ KPCC ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ ഈ വിഷയത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വരും മുൻപേ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത് പകപോക്കാനുള്ള നടപടിയാണ്. NSU ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനാണ് മറുവിഭാഗത്തിന്റെ തീരുമാനം. മദ്യനയത്തിലെ ഇളവിന് സർക്കാർ കോഴയെന്ന ആരോപണം നിഷേധിച്ച് ബാറുടമ അനിമോന്റെ മൊഴി. കെട്ടിടം വാങ്ങാനുള്ള ഫണ്ട് പിരിക്കാൻ അസോസിയേഷൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയെന്ന് അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചതിന്റെ ദേഷ്യത്തിലാണ് ശബ്ദ സന്ദേശം അയച്ചതെന്നും അനിമോന്റെ മൊഴി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, നമ്മളൊക്കെ കേട്ട ആ ശബ്ദ സന്ദേശത്തിൽ എവിടെയും ഈ കെട്ടിട നിർമ്മാണ ഫണ്ട് എന്നൊരു പരാമർശമില്ല. അതിലെ പരാമർശം ഈ പറയുന്ന പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇപ്പോൾ മൊഴി നൽകുമ്പോൾ ഇക്കാര്യം നിഷേധിച്ചിരിക്കുകയാണല്ലോ അനിമോൻ. ക്രിസ്ത്യന, അതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒരു കാര്യമെന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച്, അതായത് അന്വേഷണ ചുമതലയുള്ള പ്രാഥമിക അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ മൊഴി എടുക്കുന്ന ഘട്ടത്തിൽ കോഴ ആരോപണം നിഷേധിക്കുകയാണ് അനിമോൻ. മദ്യനയത്തിലെ ഇളവിന് സർക്കാരിന് കോഴയെന്ന ആരോപണം അത് താൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് കോഴയെന്ന് പറഞ്ഞതെന്ന് ഓർമ്മയില്ലെന്ന് പിന്നീട് അത് മൊഴിയിൽ തിരുത്തി പറയുകയും ചെയ്തു. കെട്ടിടം വാങ്ങാനുള്ള ഫണ്ട് പിരിക്കാൻ അസോസിയേഷൻ പ്രസിഡന്റ്
സമ്മർദ്ദം ചെലുത്തി. സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചതിന്റെ ദേഷ്യത്തിലാണ് ശബ്ദ സന്ദേശം അയച്ചതെന്നും അതിൽ കൂടുതൽ മറ്റൊരു കാര്യവും ഇതിന് പിന്നിലില്ല എന്നും ഇപ്പോൾ അനിമോൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഈ അനിമോന്റെ ശബ്ദ സന്ദേശത്തിന് പിന്നാലെയായിരുന്നു പുതിയ ബാർകോഴ ആരോപണം ഉയരുന്നത്. അതിനുശേഷം പിന്നീട് ഈ നിലപാട് മാറ്റി. അതായത് ഈ കെട്ടിടപ്പിരിവ് തന്നെയാണെന്നും മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട സംഘടനയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം ഉണ്ടായ സംഭവങ്ങളുടെ ചില പെട്ടെന്നുണ്ടായ മാനസികാവസ്ഥകളുടെയും പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതായിരുന്നു അനിമോന്റെ വാദം. ഏതായാലും ഇപ്പോൾ ഈ കോഴ ആരോപണം അനിമോൻ നിഷേധിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തറാണ്. ലൈംഗികാതിക്രമ കേസ് പ്രതിയായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണ നാട്ടിലേക്ക് മെയ് 31 ബംഗളൂരുവിലെത്തി കീഴടങ്ങുമെന്ന് പ്രജ്വൽ രേവണ്ണ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. നാട്ടിലേക്ക് തിരികെ ಟಿಕೆಟ್ ബുക്ക് ചെയ്തതായി സൂചന. പ്രജ്വലിന്റെ ഡിപ്ലോമാറ്റിക് ಪಾಸ್ಪೋರ್ಟ್ റദ്ദാക്കാനുള്ള നീക്കത്തിലാണ് ವಿದೇಶಾಂಗ ಮಂತ್ರಾಲಯ. ಹಾಗಾಗಿ ಇವನ್ನೆಲ್ಲ ನೋಡಿದಂತ ಸಂದರ್ಭದಲ್ಲಿ ಇದ್ದಿದ್ದು ಇನ್ನ ಒಂದು ಆಘಾತ ಆಗೋಂಥ ಕೆಲಸ ಆಗಿ ನಾನೇ ಒಂಚೂರು ದೂರ ಇದ್ದೆ. ಹಾಗಾಗಿ ಯಾರು ಕೂಡ ಇದ್ರ ಬಗ್ಗೆ ತಪ್ಪು ತಿಳಿಯೋದು ಬೇಡ. ನಾನೇ ಖುದ್ದಾಗಿ ಶುಕ್ರವಾರ ಏನು 31ನೇ ತಾರೀಕು 10 ಗಂಟೆಗೆ SIT ಮುಖಾಂತರ SIT ಮುಂದೆ ಬಂದು ನಾನು ಸಂಪೂರ್ಣ ಈ ಇನ್ವೆಸ್ಟಿಗೇಷನ್ಗೆ ಸಹಕಾರ ಕೊಡೋ ಮುಖಾಂತರ ನಾನು ಇದಕ್ಕೆ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಉತ್ತರ ಕೊಡುವಂತ ಕೆಲಸನ ಮಾಡ್ತೀನಿ. ಹಾಗೆ ನ್ಯಾಯಾಲಯದ ಮೇಲೆ ನನಗೆ ನಂಬಿಕೆ ಇದೆ. ಖಂಡಿತವಾಗ್ಲೂ വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണുള്ളത്. അരുൺ, മെയ് 31 ചൊവ്വാഴ്ച 10 മണിക്ക് പോലീസിന് മുമ്പിൽ ഹാജരാകും. അതേപോലെ തന്നെ താൻ ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കൂടിയൊന്ന് സ്ഥിരീകരിക്കുന്ന വീഡിയോ കൂടിയല്ലേ ഇത്? മാത്രമല്ല പാർട്ടിയോടും ജനങ്ങളോടും ഒക്കെ ക്ഷമ ചോദിച്ചിട്ടുമുണ്ടല്ലോ. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയോടും കുടുംബത്തോടും മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ സന്ദേശം ആരംഭിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, അതായത് കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് കടന്നത്. ഒരു മാസത്തിന് ശേഷമാണ് ഇത്തരം ഒരു പ്രതികരണം നടത്തുന്നത്. അതിൽ ഈ പ്രതികരണത്തിൽ പ്രധാനമായും പറയുന്നത് അതായത് താൻ വിദേശത്തേക്ക് കടന്നത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു വിദേശ യാത്രയാണ്, അല്ലാതെ കേസ് എടുത്തതിന് പിന്നിലെ വിദേശത്തേക്ക് കടന്നു എന്ന പ്രചാരണം തെറ്റാണ് എന്നതാണ് പ്രജ്വൽ രേവണ്ണ ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അതിൽ പിന്നീട് വിദേശത്തെത്തിയതിനു ശേഷം ഈ കേസിന്റെ നിലയാകെ മാറി. ഇത് വലിയ രാഷ്ട്രീയ പ്രചാരണത്തിനായി കോൺഗ്രസ് ഉപയോഗിച്ചു. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ഇത് പ്രചരിപ്പിക്കുകയും തെറ്റായ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു എന്നതാണ് പ്രജ്വൽ പറയുന്നത്. തന്നെ മാനസികമായി വലിയ രീതിയിൽ തളർത്തുകയും ഡിപ്രഷനിലേക്ക് ഉൾപ്പെടെ കടക്കുകയും ചെയ്തു. അങ്ങനെ ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായി എന്നതാണ് പ്രജ്വൽ പറയുന്നത്. അതാണ് ഈ SITക്ക് മുന്നിൽ കീഴടങ്ങാൻ വൈകിയത്. നേരത്തെ അഭിഭാഷക മുഖേന ഉടൻ കീഴടങ്ങുമെന്ന കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മാറിയതിന് പിന്നാലെ തുടർന്നാണ് കീഴടങ്ങുന്നത് വൈകിയതെന്നാണ് പ്രജ്വൽ പറയുന്നത്. നമ്മൾ ഏറ്റവും എടുത്തു കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കണ ആവശ്യം അതിൽ അനുകൂല പ്രതികരണം നടത്തിയിരുന്നില്ല. എന്നാൽ കർണാടക സർക്കാർ വീണ്ടും ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിനിടെയാണ് ഈ വീഡിയോ സന്ദേശം പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ JDS അധ്യക്ഷനായിട്ടുള്ള, അതോടൊപ്പം പ്രജ്വലിന്റെ മുത്തച്ഛൻ കൂടിയായിട്ടുള്ള HD ദേവഗൌഡ രൂക്ഷമായ ഭാഷയിൽ താക്കീത് നൽകിയിരുന്നു. മെയ് 31 വെള്ളിയാഴ്ച 10 മണിക്ക് പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് പ്രജ്വൽ രേവണ്ണ അറിയിച്ചിരിക്കുന്നത് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ. വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന്. ബീഹാറിലെ പാലിഗഞ്ചിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലിയുടെ വേദി ഭാഗികമായി തകർന്നു. രാഹുൽ ഗാന്ധി എത്തിയതിന് പിന്നാലെയാണ് വേദി തകർന്നത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ജാഗ്രതയും സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതല്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? കൃഷ്ണ, തീർച്ചയായും രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എത്തുന്ന സാഹചര്യത്തിൽ സുരക്ഷാ പരിശോധനകൾ സ്റ്റേജിൽ ഉൾപ്പെടെ നടത്താറുണ്ട്, ബലപരിശോധന ഉൾപ്പെടെ നടത്താറുണ്ട്. എങ്കിൽ പോലും ഇന്ന് ബീഹാറിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത രണ്ടാമത്തെ പ്രചരണ ഭാഗമാണ് രാഹുൽ അടക്കമുള്ള സംഘം എത്തിയതിന് തൊട്ടു പിന്നാലെ തകർന്നു വീണത്. രാഹുലും ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ പശ്ചിമ ബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. 2 മരണം. കൊൽക്കത്തയിൽ മതിലിടിഞ്ഞു വീണാണ് ഒരാൾ മരിച്ചത്. പശ്ചിമ ബംഗാളിന്റെ തീരമേഖലയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചു. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, കാര്യമായ ആഘാതമൊന്നും റമൽ ചുഴലിക്കാറ്റ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാൾ പൂർണ്ണ സജ്ജമാണെന്ന് ഇന്നലെ തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നല്ലോ.
ക്രിസ്റ്റീന, പലയിടങ്ങളിലും നാശനഷ്ടം വിതച്ചാണ് റമൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. 2 മരണം റിപ്പോർട്ട് ചെയ്തു. ഒന്ന് കൊൽക്കത്തയിൽ മതിൽ ഇടിഞ്ഞു വീണും, അതോടൊപ്പം തന്നെ നോർത്ത് 24 പർഗാനാസിൽ ഒരു മരം വീണുമാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട്. കൂടാതെ നോർത്ത് 24 പർഗാന ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും എല്ലാം തന്നെ സജ്ജമായി തന്നെ ഇപ്പോഴും പലയിടങ്ങളിലും ഈ ഒരു നാശനഷ്ടം എല്ലാം തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ ഹൂഗ്ലി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കൂടാതെ അസം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം റെഡ് അലർട്ടിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വിമാനത്താവളത്തിൽ കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഇപ്പോൾ സർവീസുകൾ എന്തിനെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. മോദി ഗ്യാരണ്ടിയുടെ വാറന്റി അവസാനിക്കാറായി. ദക്ഷിണേന്ത്യയിൽ മാത്രം ഇന്ത്യ മുന്നണിക്ക് 100-ലധികം സീറ്റ് ലഭിക്കും. കേരളത്തിൽ വിഭാഗീയ ശക്തികൾക്കിടമില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതെന്നും ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ച സ്നേഹ സദസ്സിൽ പങ്കെടുത്ത് രേവന്ത് റെഡ്ഡി പറഞ്ഞു. Kerala people never allowed any communal forces into Kerala, who are role model of. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.